بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته ബയ്യന സൂറത്തിൽ നിന്നുള്ള 5-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. 4 വരെ മുമ്പ് എടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വനഖാഅ വയുഖീമുസ് സ്വലാത്ത വയുഊതുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. നിങ്ങൾ 4 ആയത്തുകളാണ് ഇപ്പോൾ ഓതി വെച്ചത്. ഈ 4 ആയത്തുകളും 4-ഉം മുമ്പത്തെ 4-ഉം കൂടി 8 ആയത്തുകളായി ബയ്യന സൂറത്ത് അവസാനിച്ചു. വമാ ഉമിറൂ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീന വളരെ ഇഖ്ലാസുള്ളവരായിട്ട് അല്ലാഹുവിന് മാത്രമായിട്ട് അല്ലാഹുവിന് മാത്രം കീഴടങ്ങിക്കൊണ്ട് ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. മുഖ്ലിസീന ലഹുദ്ദീൻ അവർക്ക് മുഖ്ലിസീന നിഷ്കളങ്കരായിട്ട് ലഹു അവന ദീൻ കീഴ്വണക്കത്തെ അവനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിഷ്കളങ്കരായിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുനഫാ സത്യസന്ധരായിട്ടും സ്വലാത്ത നമസ്കാരത്തിൽ നിന്ന് നിലനിർത്തുന്നവരായിട്ടും സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരായിട്ടും ഈ നിലയിൽ ഇബാദത്തെടുക്കുവാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വദാലിക ഇതാണ് ദീനുൽ ഖയ്യിമ വക്രതയില്ലാത്ത മതം ഇതാണ്. ഒരു വളവോ ചെരിവോ ഇല്ലാത്ത വ്യക്തമായ ഒരു മതം ഇതാണ് ദീനുൽ ഖയ്യിം. ഇന്നല്ലദീന കഫറൂ വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വനഖാഅ വയുഖീമുസ് സ്വലാത്ത വയുഊതുസ് സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين كفروا തീർച്ചയായും അവിശ്വസിച്ച ആളുകൾ മിൻ അഹ്ലിൽ കിതാബ് അഹ്ൽ കിതാബുകളിൽ നിന്ന് അവിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളല്ലാത്തവർ. അഹ്ൽ കിതാബുകളിൽ റസൂൽ വന്നതിന് ശേഷം 2 തരം ആളുകളാണ് അഹ്ലു കിതാബുകളിൽ. മുമ്പ് അഹ്ലു കിതാബുകളിൽ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിച്ചു, പ്രവാചകനിലും വിശ്വസിച്ച ആളുകളായിരുന്നു. അവര് റസൂൽ വന്നപ്പോൾ അവര് ഭിന്നാഭിപ്രായക്കാരായി, അഭിപ്രായ വ്യത്യാസമുള്ളവരായി, അവര് പല ജാതി പാർട്ടികളായി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞ ആയത്തിൽ. അതിൽ അവിടെ പറഞ്ഞ ആ പല ഭിന്നാഭിപ്രായ അനുസരിച്ച് അവർ 2 പാർട്ടികളായി, മുഅ്മിനും കാഫിറുമായി. അപ്പോൾ അവരിൽ കാഫിരീങ്ങളായ ആളുകൾ, അവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അഹ്ലു കിതാബുകളിൽ നിന്ന് കാഫിറുകളായ ആളുകളും മുശ്രിക്കീങ്ങളും ബഹുദൈവ വിശ്വാസികളായ ആളുകളും അവരെ പറ്റി 2 പാർട്ടി എന്ന് പറയാനില്ല. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ
അവർ വിഗ്രഹാരാധകരാണ്. അവർ പിന്നെ അബദത്തുൽ ഔസാനി വല്ലസ്ന, അവരെ ഹൗലായി ജമീഉം, ഇവരെല്ലാവരും, അതായത് അഹ്ലു കിതാബുകളിൽ നിന്ന് കാഫിറായ ആളുകളും പിന്നെ മുശ്രിക്കീങ്ങളും, ഇവരെല്ലാവരും യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഫീനാരി ജഹന്നമ, ജഹന്നമിലെ അഗ്നിയിൽ കിടന്ന് കത്തിയെരിയുന്നതാണ്. ഇന്നല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകൾ അവിശ്വസിച്ച ബിൽ ഖുർആൻ കൊണ്ടും ബിൽ നബുവത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രവാചകത്വത്തെ കൊണ്ടും വിശ്വസിക്കാതിരുന്ന ആളുകൾ, അത് അഹ്ലു കിതാബികളിൽ നിന്ന് നബിയുടെ നബുവത്ത് പ്രവാചകത്വം കൊണ്ടും വിശ്വസിച്ചിട്ടില്ല, ഖുർആൻ കൊണ്ടും വിശ്വസിച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ. പിന്നെ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വതവേ അവർ വിഗ്രഹാരാധകരാണ്. ഇവർ രണ്ട് വിഭാഗവും ഫീനാരി ജഹന്നമ, ജഹന്നമിന്റെ അഗ്നിയിൽ വെന്തെരിയുന്നവരാണ്. ഖാലിദീന ഫീഹാ, അതിൽ അവർ സ്ഥിരവാസികളായിരിക്കും നരകത്തിൽ. അവര് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ്, വളരെ മോശമായ ആളുകളാണ്. ഇതിന്റെ തഫ്സീർ മിനൽ യഹൂദി വന്നസ്വാറ. ഇന്നല്ലദീന കഫറൂ ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ട് വിശ്വസിക്കുക, ഖുർആൻ കൊണ്ട് വിശ്വസിക്കാതിരിക്കുക, ബിനുബുവത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം കൊണ്ട് വിശ്വസിക്കാതിരിക്കുക. ഇവരെല്ലാവരും പിന്നെ അഹ്ലു കിതാബുകളിൽ നിന്നുള്ള, യഹൂദ നസ്വാറാക്കളിൽ നിന്നുള്ള വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളും അവരാരാ മുശ്രിക്കീങ്ങളും അബദ്ധത്തിലുള്ള അവസാനി വിഗ്രഹാരാധകരാണ്. ഹാഉലായി ജമീഉഹും, ഇവരെല്ലാവരും തന്നെ യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഫീനാരി ജഹന്നമ, ജഹന്നമിന്റെ അഗ്നിയിൽ വെന്തെരിയും. ആഖിദീന ഫീഹാ അബദാ, എന്നും അവരിൽ തന്നെ സ്ഥിരവാസികളായി താമസിക്കേണ്ടി വരും. ലാ യഖ്റുജൂന മിന്നാ, നരകത്തിൽ നിന്ന് അവർ പുറത്തു പോകില്ല. വലാ യമൂതൂന, അവർ മരിക്കുകയുമില്ല. ഉലൈക, അവർ തന്നെയാണ് ശർറുൽ ബരിയ, സൃഷ്ടികളിൽ വെച്ച് ശർറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാർ അവരെ തന്നെയാണ്. അവർ പിന്നെ അവിടുന്ന് പുറത്തു പോകാനും കഴിയില്ല. എന്നാൽ പിന്നെ എങ്ങനെയും മരിച്ചു കിട്ടാൻ നോക്കാൻ മരണം ഇല്ല. നരകത്തിലുള്ളവർ നരകത്തിലേക്കും, നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും, സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലേക്കും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മരണമില്ല. രണ്ടുപേർക്കും, വിജയിച്ചവരും പരാജയപ്പെട്ടവരും, അവര് ഓരോരുത്തരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നരകത്തിൽ കഴിയേണ്ടി വരും. സ്വർഗവാസികളാണെങ്കിൽ അള്ളാഹു നൽകിയ ജ്ഞാനത്തുകൾ ആസ്വദിച്ച് അവിടെ ജീവിക്കും. ആർക്കും പുറത്തു പോകാൻ പറ്റൂല, അവിടെ വെച്ച് മരണം ഉണ്ടാവില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവര്. ഇന്നല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ എന്നർത്ഥം. വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്നർത്ഥം. ഉലൈക, അവര് ഹും ഖൈറുൽ ബരിയ, അവർ സൃഷ്ടികളിൽ ഉത്തമമായ ആളുകളാണ്, വളരെ ഉത്തമന്മാരാണ് അവർ. ഇന്നൽ മുഅ്മിനീന അല്ലദീന ജമഉ ബൈനൽ ഈമാനി വസാലിഹിൽ അഅമാൽ, ഈമാനും സൽക്കർമ്മങ്ങളും ഒരുമിച്ച് കൂട്ടിയ ആളുകൾ, ആ മുഅ്മിനീങ്ങളായ ആളുകൾ, തീർച്ചയായും അവര് തന്നെയാണ് സൃഷ്ടികളിൽ ഉത്തമന്മാർ എന്ന് പറഞ്ഞത്. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു. ജസാഉഹും, ഇവരുടെ പ്രതിഫലം, ഈ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത
സാലിഹ്യങ്ങളായ മോമിനീങ്ങളായ ആളുകൾ അവർക്കുള്ള പ്രതിഫലം എന്താ? ജസാഉഹും അവരുടെ പ്രതിഫലം എന്താ? റബ്ബിഹിം അവരുടെ നാഥന്റെ അടുക്കൽ ജന്നാത്തു അദ്നിൻ സ്ഥിരതാമസത്തിനുള്ള സ്വർഗങ്ങളാണ്, തോപ്പുകളാണ്, സ്വർഗത്തോപ്പുകൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ തജ്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കും, മിൻ തഹ്തിഹാ അതിലുള്ള ആ മണിമാളികകളുടെ താഴ്ഭാഗത്തിലൂടെ, അൽ-അൻഹാർ നദികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടിരിക്കും. തജ്രി ഒഴുകിക്കൊണ്ടിരിക്കും, മിൻ തഹ്തിഹാ അതിലുള്ള മണിമാളികകളുടെ താഴ്ഭാഗത്തിലൂടെ, അൽ-അൻഹാർ നദികൾ. ഖാലിദീന ഫീഹാ അവർ എല്ലാ കാലത്തും അവിടെ താമസിക്കുന്നവരായ സ്ഥിതിയിൽ, അബദൻ എന്നുമെന്നും അവിടെ താമസിക്കുന്നവരാവും അവർ. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും അവരെ തൊട്ട്, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഇത്തരം നിയമത്തുകളൊക്കെ കൊടുത്തത്. സ്വർഗത്തിലുള്ള നിയമത്തുകൾക്ക് വല്ല കയ്യും കണക്കുമുണ്ടോ? ഈ തരം നിയമത്തുകളെല്ലാം ആസ്വദിക്കുവാനുള്ള സൗകര്യം അള്ളാഹു അവർക്ക് നൽകി. അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ തൊട്ട് അവര് തൃപ്തി. റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടാണല്ലോ എല്ലാ നിയമത്തുകളും കൊടുത്തത്. അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവര്. അള്ളാഹു ഇവരുടെ ദുന്യാവിൽ ജീവിച്ച കാലം അത്രയും അള്ളാഹുവിന് യാതൊരുവിധ കുറ്റകൃത്യങ്ങളും ചെയ്യാതെ ജീവിച്ച മുഅ്മിനീങ്ങളാണ്. അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ അവരും അള്ളാഹിനെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവര് തൃപ്തിപ്പെടാൻ അള്ളാഹു കൊടുത്ത നിയമത്തുകൾ അനുസരിച്ച് അവർക്കും തൃപ്തിയായി. ലിമൻ ഖശിയ റബ്ബ ഇതാണ് ലിമൻ ഖശിയ റബ്ബ. ഈ ഇത്തരം നിയമത്തുകളെല്ലാം അള്ളാഹു നൽകിയത് ലിമൻ ഇത്തരം നിയമത്തുകൾ എല്ലാം ആസ്വദിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ. അത് ലിമൻ ഖശിയ റബ്ബ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കുള്ള വിശേഷണമാണ് ഇതെല്ലാം. എന്തെല്ലാം നിയമത്തുകളാണ് അള്ളാഹു നൽകുന്നത്? അവൻ്റെ സ്വർഗത്തിലുള്ള നിയമത്തുകൾ എല്ലാവിധ. അപ്പുറത്താണെങ്കിൽ നരകാവകാശികൾ അവർ നരകത്തിലെ ആ ശിക്ഷകളെല്ലാം അനുഭവിച്ച് ജീവിക്കുക അവിടെ. അതേ സമയത്ത് ദുന്യാവിൽ വെച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വഴിയിലൂടെ ജീവിച്ച് വലുതായ നല്ലവരായി ജീവിച്ച ആളുകൾ, അവർക്കാണ് അവരാണ് അള്ളാഹുവിനെ പേടിച്ച ആളുകൾ. അള്ളാഹുവിനെ പേടിച്ചു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചു ജീവിച്ച ആളുകളാണ്. അവർക്കാണ് ഇത്തരം നിയമത്തുകളെല്ലാം. ഇതിൻ്റെ തഫ്സീർ സവാബുഹും ഫിൽ ആഖിറ അവരുടെ സവാബ് പ്രതിഫലം ആഖിറത്തിൽ അലാമ ഖദ്ദമു മിനൽ ഈമാൻ വൽ അഅമാലി സ്വാലിഹ വിശ്വാസവും സൽക്കർമ്മങ്ങളും ഇവര് ദുനിയാവിൽ വെച്ച് ഇവരെ കൊണ്ട് കഴിയുന്ന എല്ലാവിധത്തിലും അവര് അത് 100% കണ്ടും അവർ നിറവേറ്റിയിട്ടുണ്ട്. ഈമാനും അഅമാലു സ്വാലിഹാത്തും. അവർക്ക് അവരുടെ പ്രതിഫലം ജന്നാത്തു ഇഖാമത്തിൻ താമസിക്കുവാനുള്ള സ്വർഗ തോപ്പുകളാണ്. തജ്രി മിൻ തഹ്തി ഖുസൂരിഹ അതിലുള്ള മണിമാളികകളുടെ താഴ്ഭാഗത്തിലൂടെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഒഴുകും. അൻഹാറുൽ ജന്നത്തി സ്വർഗത്തിലെ നദികൾ. മാകിസീന ഫീഹ അബദ അവരെല്ലാ കാലത്തും അതിൽ താമസിച്ചുകൊണ്ടിരിക്കും. ലാ യമൂതൂന അവർ മരിക്കുകയില്ല, വലാ യഖ്റുജൂന മിന്നാ അതിൽ നിന്ന് പുറത്തു പോവുകയില്ല. വഹും ഫീ നഈമിൻ ദാഇമിൻ ലാ യൻബത്തു മുറിഞ്ഞു പോവാത്ത നിത്യമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. റളിയല്ലാഹു അൻഹും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ബിമാ ഖദ്ദമു ഫി ദുനിയ മിന തആത്തി അള്ളാഹുവിന് താഅത്ത് ചെയ്ത് ജീവിച്ചവരാണ് അവർ ദുനിയാവിൽ. പേര് സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹുവിനെ തൊട്ട് ബിമാഅത്താഹും അള്ളാഹു നൽകിയ കാര്യങ്ങൾ
പിന്നെ ഹൈറായ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വളരെ കറാമാത്ത്, വളരെ ആദരണീയമായ കാര്യങ്ങളും അവരെ ആദരിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു. ദാലിക്കൽ ജസാഉ വസ്സവാബുൽ ഹസൻ, ഈ നല്ലതായ ഈ സവാബും ഈ പ്രതിഫലവും എല്ലാം ലിമൻ ഖാഫല്ലാഹ വത്തഖ, അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തവർക്കാണ്. മൂന്ന് തരം ഉലമാ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മൂന്ന് തരമാക്കി സംശയിച്ചിട്ടുണ്ട് ഉലമാ. അത് ഈ സന്ദർഭത്തിൽ ഇവിടെ പറയൽ നല്ലതായി തോന്നുന്നുണ്ട്. അതിൻ്റെ പേരിൽ പറയാം. ഒന്ന് മഅ്മൂറാത്ത്, രണ്ട് മൻഹിയാത്ത്, മൂന്ന് മുബാഹാത്ത്. മഅ്മൂറാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പിന്നെ വളരെ ഇഖ്ലാസോടുകൂടി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം തരും. അവിടെ ഇഖ്ലാസില്ല, അള്ളാഹുവിൻ്റെ വജീനെ ഉദ്ദേശിച്ചിട്ടല്ല എങ്കിൽ അത് റിയാ ആയിട്ട് മാറും. അതിന് ആ അമലിന് യാതൊരുവിധ പ്രതിഫലവും. മൻഹിയാത്ത്, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിനെ ഒഴിവാക്കുന്നത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഒഴിവാക്കുകയാണ് എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ഒഴിവാക്കുമ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം തരും. ഒഴിവാക്കുമ്പോൾ ഒരു നെയ്യത്തുണ്ടാവും. ഫലം വെക്കുന്നഹു അജ്റൻ, നെയ്യത്തില്ലാതെ കണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ആ തെർക്ക് ചെയ്തതിൽ ഒരു പ്രതിഫലം കിട്ടില്ല. അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ചിട്ട് അതിനെ ഒഴിവാക്കുകയാണ്. കള്ള് കുടിക്കുക, വ്യഭിചരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ച് മാത്രം ഒഴിവാക്കുമ്പോൾ അതിന് അള്ളാഹു പ്രതിഫലം കിട്ടും. ഇനി ബാഹാത്തിൻ്റെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, പിന്നെ ഭാര്യയുമായിട്ടുള്ള സമ്പർക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. നിർബന്ധമില്ലാതെ പിന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം അത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഈ അനുവദിക്കപ്പെട്ട കാര്യം നെയ്യത്തില്ലെങ്കിൽ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നെയ്യത്തുണ്ടെങ്കിൽ എന്താ നെയ്യത്ത്? പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് താഴ്ച ചെയ്യാനുള്ള ശക്തി ലഭ്യമാവാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നതുപോലെയുള്ള നെയ്യത്തുകളൊക്കെ ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് ചിന്താഗതി ഉണ്ടാകുമ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കും. യാതൊരുവിധ ചിന്താഗതികളില്ലെങ്കിലോ, അതുപോലെ തന്നെ പിന്നെ ഭാര്യയുമായിട്ട് ഇടപെടുന്നത് പിന്നെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യാനാണ്, അതിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള നിയ്യത്തുണ്ടാവുകയാണെങ്കിൽ അതിന് അള്ളാഹു തആല പ്രതിഫലം കൊടുക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പിന്നെ അതല്ലെങ്കിൽ ഭാര്യയുമായിട്ട് സമ്പർക്കത്തിനും ഇതിനെല്ലാം അള്ളാഹു പ്രതിഫലം, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലം ഉണ്ടാവും. എന്തുകൊണ്ട്? നിയ്യത്ത് ചെയ്യുമ്പോൾ. നിയ്യത്തുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതിഫലം ഉണ്ടാവും, നിയ്യത്തില്ലെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ടാവില്ല. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് മഅ്മൂറാത്ത്, മൻഹിയാത്ത്, മുബാഹാത്ത്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ബയ്യിന സൂറത്ത് അവസാനിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത 1-ാം ജുസ് കഴിയാറായി. കുറച്ച് സുഹൃത്തുക്കളും കൂടിയേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.